ഡിയർ ഫ്രണ്ട്സ്, ബാങ്ക് ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. കമ്പൈൻഡ് സെലക്ഷനാണ്, റിക്രൂട്ട്മെൻറ്റാണ്. 11 പബ്ലിക് സെക്ടർ ബാങ്കിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാവുന്നേ. ഒരു നോർമലായിട്ട് 6 months പ്രിപ്പറേഷൻ ഉള്ളവർക്ക് വളരെ ഈസി ആയിട്ട് കടന്നുകൂടാൻ പറ്റും. അപ്പം നേരത്തെ പ്രിപ്പയർ ചെയ്തവർക്ക് നമ്മളിപ്പം മാക്സിമം ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതിയിട്ട് കുറേക്കൂടെ സീരിയസ് ആയി കഴിഞ്ഞാൽ അവർക്കും സഹായമാവും. പിന്നെ ബിഗിനറാണെങ്കിൽ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്കാണെങ്കിൽ ഈ ഒരു ടൈം കൊണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടിയാൽ മാത്രമേ അവർക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റൂ. എങ്കിൽ നോർമലായിട്ട് എക്സാമിൻ്റെ പാറ്റേൺ എപ്പോഴും നമ്മൾ എക്സാം വരുമ്പോഴല്ല നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടുന്നത്. പിന്നെ ഒരുപാട് ഡിഗ്രി കഴിഞ്ഞ് വേറെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ജോലി ചെയ്യുന്നവരുണ്ട്. മൾട്ടി ടാസ്ക് പ്രോഗ്രാം പല തരത്തിലുള്ള ജോബും പാർട്ട് ടൈം ജോബും വേറെ പലതും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഇന്ത്യക്ക് വെളിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, ഹയർ സ്റ്റഡീസ്. എന്തായാലും ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ബെസ്റ്റ് സാലറീഡ് ജോബാണ് നമുക്ക് ബാങ്ക് എക്സാം എന്ന് പറയുന്നത്, ബാങ്ക് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ക്ലർക്കും. ഓഫീസേഴ്സ് ക്ലർക്കായിട്ട് വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വേറൊന്നുമില്ല, ഒരു 3 to 4 years നമ്മൾ ക്ലർക്കായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ ആയാൽ പിന്നെ ഓഫീസറായി. എങ്കിലും ഡയറക്റ്റ് ഓഫീസറായിട്ട് റിക്രൂട്ട്മെൻറ്റ് കിട്ടുന്ന ഒരാളിന് എത്ര വേണമെങ്കിലും ഉയർന്നു പോകാനുള്ളൊരു അവസരം ബാങ്കിലുണ്ട്. ബാങ്കിൻ്റെ ചെയർമാൻ വരെ ആവാനുള്ളൊരു അവസരം. നമ്മളുടെ ഏജ് വളരെ ജൂനിയറാണ്. 22, 23 ഒക്കെ ഒരു ജോബ് കിട്ടുക, അല്ലെങ്കിൽ 25 മുമ്പ് ജോബ് കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എത്താൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ആണ് ബാങ്കിൻ്റെ ചെയർപേഴ്സൺ എന്നൊക്കെ പറയുന്ന ആ ഒരു ജോബ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ച് പ്രൊമോഷൻസ് എല്ലാം ഇൻറ്റേർണൽ എക്സാംസൊക്കെ കറക്റ്റ് എഴുതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചറാണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ റെഗുലറായിട്ടുള്ള നമ്മൾ പ്രൊമോഷൻസ് ഉണ്ട്. ആ പ്രൊമോഷൻസിലെ ഓരോ സ്റ്റേജിൽ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ആ ബെനിഫിറ്റുകളെല്ലാം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യാം. പിന്നെ പൊതുവെ തന്നെ ബാങ്കിന് ടൈറ്റാണ്, ബാങ്കിങ് സെക്ടർ ഭയങ്കര പ്രഷറാണെന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പം സർവീസിലായാലും ഗവൺമെൻറ് സർവീസിലായാലും എവിടെയായാലും നമ്മൾ കമ്പയർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അനോമലീസ് ഉണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യാവുന്ന ഒരു സെക്ടറല്ല ബാങ്ക്. ബാങ്കിൽ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തേ പറ്റൂ. ബാക്കിയുള്ള സർവീസുകളിൽ ചിലപ്പം കുറച്ച് ആളുകൾ അങ്ങനെ വർക്ക് ചെയ്യുന്നവർ കാണും, കുറച്ച് ആളുകൾ അല്ലാത്തവരും കാണും. പക്ഷേ ഇവിടെ എല്ലാവരും ഒരുപോലെ അവരുടെ ഡ്യൂട്ടികൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഈ സർവീസിൽ, അതുകൊണ്ടാണ് പ്രഷർ എന്ന് പറഞ്ഞൊരു റൂമർ പൊതുവേ തന്നെ ബാങ്ക് എംപ്ലോയീസ് തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആളുകൾ പറയും ബാങ്ക് എംപ്ലോയീസ് സൂയിസൈഡ് ചെയ്തു, അങ്ങനെയുള്ള പ്രഷർ കൂടിയിട്ട്. ഇതൊക്കെ നമ്മൾ സ്കൂൾ കുട്ടികൾ വരുന്നില്ല. ഇപ്പോഴത്തെ സ്ട്രൈക്കൊക്കെ ഉണ്ടായപ്പം എക്സാം തന്നെ നീറ്റ് എക്സാം മാറ്റി വെച്ചപ്പോൾ എത്ര കുട്ടികൾ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന നമ്മുടെ ജീവിത നിലവാരത്തിൽ, നമ്മുടെ വളർന്നു വരുന്ന ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഓരോന്നിനെയും നേരിടാനുള്ള നമ്മളുടെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പ് മോശമായി കഴിയുകയും മോശമായി ചിന്തിക്കുകയും ഭയം കടന്നുകൂടുകയും അങ്ങനെയൊക്കെയാണ് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വരികയും നമ്മളിങ്ങനെയുള്ള തെറ്റായ രീതിയിൽ ചിന്തിക്കുകയും നമ്മൾ ജീവഹാനിക്ക് തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊരിക്കലും ഒരു ജെന്യുവനായിട്ടൊരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട കാര്യമല്ല. അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏത് തരത്തിലായാലും നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുക. അതിനകത്ത് നമുക്ക് ഏറ്റവും ശ്രദ്ധ വേണ്ടുന്നതിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് അതിലൊന്നിൽ തിളങ്ങാൻ പറ്റും. ചിലപ്പോൾ 2, 3 നമുക്ക് നല്ല പോസ്റ്റിങ്സ് കിട്ടിയാൽ പോലും അതിൽ ബെസ്റ്റ് നോക്കി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫസ്റ്റ് സെലക്ഷൻ കിട്ടിയതിൽ നിന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. അപ്പം പ്രധാനമായിട്ട് എക്സാമിൻ്റെ ഒരു പാറ്റേണാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആവശ്യകത ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മുടെ ഓൺലൈൻ ആപ്പുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ റെഗുലർ സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക്, ഓഫ്ലൈൻ ക്ലാസ് വരുന്നവർക്ക് ഒരു 6 months ക്ലാസ് കംപ്ലീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിലും മറ്റ് ജോബിനോ വേറെ എന്തെങ്കിലും ഹയർ സ്റ്റഡീസിനോ എന്തിനു പോയാൽ പോലും അവർക്ക് പാരലായിട്ട് അവർക്ക് നമ്മുടെ ഓൺലൈൻ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ, അപ്പം നമ്മുടെ ഇവിടെയുള്ള ഓഫ്ലൈൻ സ്റ്റുഡൻസിനെല്ലാം ഫ്രീ ആണ്, പ്രത്യേകിച്ചൊരു ഫീസ് കൊടുക്കണ്ട. അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് ഫീസ് കൊടുത്ത് ആ ഓൺലൈൻ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് ക്ലാസ്സുകൾ കിട്ടും. അതോടൊപ്പം തന്നെ അവർക്ക് ഡൗട്ട് ക്ലിയറൻസിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, മോഡൽ ടെസ്റ്റുകളുണ്ട്, വളരെയധികം സ്പീഡ് പ്രാക്ടീസിനുള്ള അവസരമുണ്ട്, സെക്ടർ വൈസ് ഉണ്ട്, സെക്ഷൻ വൈസ് ഉണ്ട്, ചാപ്റ്റർ വൈസ് ഉണ്ട്.
ഓരോ എക്സാം ഓറിയൻ്റ് ആയിട്ടുണ്ട്. ഓരോ IBPS എക്സാം, SBI ഓഫീസേഴ്സ്, ക്ലർക്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാമിന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽ ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രിലിമിനറിക്ക് വേറെ ഉണ്ട്, ഫൈനലിന് അത് കഴിഞ്ഞിട്ട് സെലക്ഷൻ ആവുന്നവർക്ക് ഫൈനലിൻ്റെ പ്രിപ്പറേഷൻസ് വേറെയുണ്ട്. ജനറൽ അവയർനെസ് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. എല്ലാവർക്കും സ്കോർ ചെയ്യുന്ന പേർപ്പസും അത് തന്നെയാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാം. അതും കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. പ്രധാനമായിട്ട് പ്രിലിമിനറി ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ 3 പേപ്പറാണ്. ഇംഗ്ലീഷുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് റീസണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഇംഗ്ലീഷ് 35 മാർക്സേ ഉള്ളൂ. ഇംഗ്ലീഷിന് നോർമലായിട്ട് 30 മാർക്സാണ് ഇംഗ്ലീഷിനുള്ളത്. മറ്റത് രണ്ടും 35 മാർക്സ് വീതമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, രണ്ടാമത് റീസണിങ് എബിലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ടൈം അതുപോലെ തന്നെ സെപ്പറേറ്റ് ടൈമിംഗ് ആണ്. ഓരോന്നിനും സെപ്പറേറ്റ് ടൈമാണ്. 20 മിനിറ്റ്സ് വീതമേ കിട്ടുകയുള്ളൂ. 1 hour കൊണ്ട് എക്സാം തീരും. അപ്പോൾ ഈ 1 hour എക്സാം നമ്മൾ 20 മിനിറ്റ്സ് വീതം എടുത്ത് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാർക്സും അതുപോലെ തന്നെയാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 30 മാർക്സ്, ഇംഗ്ലീഷിന് 30 മാർക്സ്, 60. ബാക്കിയുള്ള 40 റീസണിങ്ങിനാണ്. അപ്പോൾ റീസണിങ്ങിനാണ് കൂടുതൽ മാർക്ക്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഏതായിരിക്കണം? റീസണിങ് മാക്സിമം ചെയ്യാനുള്ള ഒരു പ്രയോറിറ്റി എടുക്കണം. കാര്യം 30 ക്വസ്റ്റ്യൻസ് 40 മാർക്സ്, അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ഇംഗ്ലീഷിന് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. സെപ്പറേറ്റ് ടൈം ആയതുകൊണ്ട് ടൈം ആകുമ്പോൾ കട്ടായിക്കോളും. നമ്മൾ അതിന് പ്രത്യേകിച്ച് മാക്സിമം സ്പീഡിൽ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് ഓരോന്നും സോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷനൊന്നുമില്ല. എങ്കിലും നമുക്ക് ഈ പ്രയോറിറ്റി നോക്കിയിട്ട് നമുക്ക് മാർക്സ് കൂടുതൽ വാങ്ങണത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് റീസണിങ്ങിന് പ്രയോറിറ്റി കൊടുക്കാം. ഒരു സംശയവും വേണ്ട. 40, 30, 30. അപ്പോൾ ഇതാണ് പ്രിലിമിനറിക്ക് ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 60% ഒക്കെ ആകുമ്പോഴേക്ക് പ്രിലിമിനറിക്ക് ക്വാളിഫൈ ചെയ്യും. ഈ പ്രിലിമിനറിക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആളുകളിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ മാത്രമേ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെ ഇത്രയും എടുക്കും. ഈ 60% എബോവ് വരുമ്പം അറൗണ്ട് ഒരു 10,000 അതിന് താഴേക്കുള്ള ആളുകളെ കാണുകയുള്ളൂ. ഈ ആളുകളിൽ നിന്നാണ് അവർ ഫൈനലിലേക്കുള്ള സെലക്ഷൻ അവർ നടത്തുന്നത്. ഫൈനൽ എക്സാം എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് നോർമലായിട്ട് തന്നെ സാധാരണയുള്ള പോലെ തന്നെ ഇതിൻ്റെ കൂടെ ജനറൽ അവയർനെസ് പേപ്പറുണ്ട്. ബാങ്കിങ്, ഫിനാൻഷ്യൽ അവയർനെസ്സിനാണ് പ്രയോറിറ്റി. ഡിജിറ്റൽ ബാങ്കിങ്ങും ബാങ്കിങ്, ഫിനാൻസ്, അപ് ടു ഡേറ്റ് നോളജും ഒക്കെയാണ് ഇതിന് അഡീഷണലായിട്ട് വേണ്ടുന്നത്. കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ കറണ്ട് അഫേഴ്സ് നമ്മളെങ്ങനെയാണ് ന്യൂസ് പേപ്പറിൽ നിന്നാണ് കിട്ടുന്നത്. അത് റെഗുലറായിട്ട് ന്യൂസ് പേപ്പർ വാങ്ങിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് കവർ ചെയ്ത് പോകുന്നവർക്ക് ഇതിൽ നിന്നെല്ലാം കിട്ടും. അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. 50 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ 50 ക്വസ്റ്റ്യൻ കറണ്ട് അഫേഴ്സിൽ നിന്ന് തന്നെ 50 മാർക്ക് കിട്ടും. 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് വലിയൊരു ലോട്ടറിയാണ്. അതുകൂടാതെയാണ് റീസണിങ്ങും മാത്സും വരുന്നത്. റീസണിങ് 40 ക്വസ്റ്റ്യൻ 60 മാർക്സാണ്. റീസണിങ് ഏറ്റവും നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. മാത്സും അതുപോലെ തന്നെ 40 ക്വസ്റ്റ്യൻ 60 മാർക്സാണ്. ഇത് രണ്ടും 40 ക്വസ്റ്റ്യൻസിന് 60 മാർക്സ് വീതമാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ നമുക്ക് 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 20 മാർക്സ് ഉള്ളത്. നേരത്തെ ആണെങ്കിൽ അത് 60 ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിന് ഡബിൾ മാർക്ക് ഉണ്ടായിരുന്നു, 40 മാർക്സോളം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഹാഫായിട്ട് മാറി. പകരം ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറോട് ഇൻക്ലൂഡ് ചെയ്തു. അതിന് 25 ഉണ്ട്. അപ്പോൾ 25 ഈ ഒബ്ജക്റ്റീവിൻ്റെ 20 ചേരുമ്പം 45 മാർക്സിനാണ് ഇംഗ്ലീഷിൻ്റെ സ്കോർ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ജനറൽ അവയർനെസ് ആണ് നമ്മുടെ സ്കോറിംഗ് പേപ്പർ ഉള്ളത്. ജനറൽ അവയർനെസ്സിന് ടൈം വേണ്ട. കുറച്ച് സമയം കൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ സ്കോർ ചെയ്യാം. 35 മിനിറ്റ്സ് അവർ തരുന്നുണ്ടെങ്കിലും നമുക്ക് അത്രയൊന്നും വേണ്ട. 10-15 മിനിറ്റ്സ് കൊണ്ട് ഒന്നും അറിയാം അല്ലെങ്കിൽ അറിയത്തില്ല. ഈ 2 സ്റ്റേജേ ഉള്ളൂ. അത് കറണ്ട് അഫേഴ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് ന്യൂസ് പേപ്പർ കവർ ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന ഒരെണ്ണമാണ്. അത് 60 മാർക്സ് ഉണ്ട്, 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 60 മാർക്സിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു 40 മാർക്സ് ഒക്കെ വാങ്ങാൻ. അപ്പോൾ അതായിരിക്കണം ടാർഗറ്റ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ടാർഗറ്റ് നമ്മുടെ 40 മാർക്സ് ഇതിന് വാങ്ങാൻ തയ്യാറെടുക്കണം. ജനറൽ അവയർനെസ് ഇംഗ്ലീഷിന് നമ്മൾ നേരത്തെ പറഞ്ഞു 20യും 25 ചേർത്ത് 45 ഉണ്ടെങ്കിലും അതിനൊരു 30 എങ്കിലും വാങ്ങാൻ തയ്യാറാവുക. അപ്പോൾ ഈ 30യും ഈ നമ്മുടെ ജനറൽ അവയർനെസ്സിന് ഒരു 40 കൂടെ വാങ്ങി അതാണ് 70. അത്ര മാർക്സ് സഫിഷ്യൻ്റ് ആണ് നമ്മുടെ ഫൈനൽ സെലക്ഷൻ. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി മിനിമം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? റീസണിങ്ങും മാത്സിനും ഒരു 10 മാർക്ക് വീതമെങ്കിലും നമ്മൾ വാങ്ങാനായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ 60 മാർക്സാണ് ഉണ്ടെങ്കിലും അതിനൊരു 10 മാർക്കെങ്കിലും വാങ്ങാൻ റീസണിങ്ങും മാത്സിനും കഴിഞ്ഞാൽ 10 മാർക്സ് റീസണിങ്, 10 മാർക്സ് ഇംഗ്ലീഷ്. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാതെ റീസണിങ്ങിനും മാത്സിനും ഒരു അമിത പ്രാധാന്യത കൊടുത്തിട്ട് അത്ര ഒരു ടെൻഷനൊന്നും ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ യൂട്യൂബ് നോക്കിയാലും ബാക്കിയായാലും അഡ്വൈസേഴ്സ് ആയാലും എല്ലാം മാത്സിനൊക്കെ ഭയങ്കര പ്രയോറിറ്റി കൊടുത്താൽ മാത്സിന് റീസണബിളായിട്ട് പ്രയോറിറ്റി കൊടുക്കണം. പക്ഷേ സ്കോറിംഗ് പേപ്പർ ജനറൽ അവയർനെസ് ഉണ്ടല്ലോ. ആ ജനറൽ അവയർനെസ്സിന് നമുക്ക് കറക്റ്റ് മാർക്ക് കിട്ടുമല്ലോ. അത് ടൈമിൻ്റെ ടെൻഷൻ വേണ്ട. മറ്റേ നമുക്ക് ടൈം കുറവും മാക്സിമം നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ ആ ടൈമിനകത്ത് കുറച്ചെങ്കിലും നമ്പർ എത്താൻ പറ്റൂ.
ഗ്രാഫാണ് കൂടുതലും വരുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ഗ്രാഫാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മളുടെ ഷെഡ്യൂൾ തന്നെ അങ്ങനെ ആക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ബാങ്കിങ് ഫിനാൻഷ്യൽ അവയർനെസ്സിനാക്കുക, അത് മാക്സിമം കവർ ചെയ്യുക. അത് പ്രീവിയസ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ ഓൺലൈൻ തന്നെ, നമ്മളുടെ ഓൺലൈൻ ആപ്പിനകത്ത് നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ബേസ് ലെവൽ ഏരിയാസും നമ്മൾ അതിനകത്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കവർ ചെയ്യാമെങ്കിൽ അതിന് വളരെ ഈസി ആയിട്ട് നമ്മൾ പറയുന്നത് ഔട്ട് ഓഫ് 60 മാർക്സിൽ ജനറൽ അവയർനെസ്സിന് ഒരു 40 വാങ്ങാൻ ഉറപ്പായിട്ടും പറ്റുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. അതാണ് നിങ്ങളുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ആ 60യുടെ കൂടെയാണ് ഇംഗ്ലീഷിന് ഒരു 20-30 എങ്കിലും വാങ്ങാനുള്ള ഒരു മനസ്സും കൂടെ വരിക. അത് ഈ 45 മാർക്സിൽ 20 എങ്കിലും വാങ്ങാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയായിട്ട് മാറും? 40 + 20 60 ആയിട്ട് മാറും. അതാണ് ഈ 40 + 20 60 ആയിട്ട് മാറിയാൽ പിന്നെ 10 മാർക്ക് ആണ് റീസണിങ്ങും മാത്സും ഉള്ളത്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മളൊരു 10-15 മാർക്കും കൂടെ വാങ്ങിയാൽ പോലും നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ നോർമലായിട്ട് IBPSൻ്റെ ഒരു കട്ട് ഓഫ് മാർക്സ് എന്ന് പറഞ്ഞത് അറൗണ്ട് 70 അറൗണ്ടാണ്. 69 ആയിരിക്കാം, 70 ആയിരിക്കാം, 67 ആവാം, ചിലപ്പോൾ 71 ആവാം. നോർമലായിട്ട് ഒരു 69, 68 ഒക്കെയാണ് ജനറൽ കാറ്റഗറിയുടെയും OBCയുടെ ടോൺ മാർക്കിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഇതൊരു ടാർഗറ്റ് ആക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, ഇതിനുവേണ്ടി ഉത്സാഹിക്കുക, മാക്സിമം ടൈം ഹാർഡ് വർക്ക് ചെയ്ത് അത് കവർ ചെയ്യുക. പിന്നീട് വേണ്ടുന്ന ബാക്കി ഇൻ്റർവ്യൂ ആയാലും ബാക്കി എല്ലാത്തിനും വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും നമ്മൾ ചെയ്തു തരും. ഇൻ്റർവ്യൂവിന് മോഡൽ ഇൻ്റർവ്യൂ ഉണ്ട്, മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, എവറിത്തിങ്. വി ആർ ഗിവിങ് സോ മെനി ട്രയൽസ്, മോക്ക് ഇൻ്റർവ്യൂസ് ആൻഡ് എവറിത്തിങ്. അത് ക്യാമ്പായിട്ട് നടത്താൻ നമുക്ക് ഇൻറ്റൻസീവായിട്ട് ഒരാഴ്ച നമുക്ക് ഇൻ്റർവ്യൂ ക്യാമ്പായിട്ട് വേണം കണ്ടക്ട് ചെയ്യാം. ക്ലാസ്സായിട്ട് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്താം, ഓൺലൈൻ ക്ലാസ് ആക്കാം. എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് കൺവീനിയൻ്റായിട്ട് നമ്മൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊല്ലം IAS പഠിച്ചിറങ്ങിയ കുട്ടികളാണ്. അത് അപ് ടു 90 തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഒരു 88-90 തൊട്ട് ഈ ഒരു പീരീഡ് വരെയും ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്സ് അത് സ്വാഭാവികമായിട്ടും നമ്മൾ പരിചയപ്പെട്ടാൽ മതി. ബാങ്കിലുള്ള നമ്മുടെ അംബാസഡേഴ്സ്, നമ്മുടെ റിയൽ അംബാസഡേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ്. അവർക്കൂടെ മാത്രം നിങ്ങൾ കളക്ട് ചെയ്യുക. ബാക്കിയുള്ള നമ്മുടെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രസൻറ്റ് ട്രെൻഡിൽ നമ്മുടെ ഡിജിറ്റൽ ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും എക്സൈറേറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും നമുക്ക് ശരിയല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കാം. ഇതൊന്നുമല്ല റിയാലിറ്റി. എപ്പോഴും റിയലായിട്ട് ജോബിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ കേട്ടറിഞ്ഞ് അവരോട് ചോദിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യൂ. നിങ്ങളും അതുപോലെ ഒരു ബാങ്ക് എംപ്ലോയി ആയിട്ട് മാറൂ. അതാണ് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. Definitely that good wishes to everybody. Definitely. Thank you.